ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വിഷു ആഘോഷം ഇവിടെ തുടങ്ങിയാണ് കേട്ടോ. ഇത്തവണത്തെ വിഷു എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാനും മക്കളും കൂടെ തലേ ദിവസം തന്നെ വീട്ടിലേക്ക് വന്നേ. പിന്നെ ചേച്ചിയും ചേട്ടായും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നേ. ചേട്ടായി വന്നപ്പോൾ പടക്കമൊക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ എല്ലാവരും കൂടെ പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ നേരെ കാരയപ്പം ചൂടാൻ തുടങ്ങി കേട്ടോ. കണി വെക്കേണ്ട പ്രധാനപ്പെട്ട ഐറ്റമാണല്ലോ കാരയപ്പം. പക്ഷേ ഇത്തവണത്തെ കാരയപ്പം ചൂടൽ ഒരു വൻ ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം തന്നെ. അങ്ങനെ അടുപ്പിൻ്റെ മൂട്ടിൽ നിന്ന് ഉള്ള ചൂടെല്ലാം അടിച്ച് ശരീരത്തിനുള്ളിലെ പാത്രങ്ങൾ വരെ കരി പിടിച്ച അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. അവസാനം അമ്മയോട് ഞാൻ പറഞ്ഞു, ഇനി മേലെ കാരയപ്പം ഉണ്ടാക്കാൻ എന്നെ വിളിച്ചേക്കരുത്, കടയിൽ നിന്ന് മറ്റോ വാങ്ങി കണി വെച്ചാൽ മതി. ആദ്യം ഉണ്ടാക്കുന്ന കാരയപ്പം എല്ലാം കണി വെക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ എടുക്കാവൂ എന്ന് പറഞ്ഞതുകൊണ്ടേ വാനരപ്പടകളെല്ലാം അടുപ്പിൻ്റെ മൂട്ടിൽ കാത്തിരിക്കുവാണ് കേട്ടോ. ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ രാത്രിയിലെ പണികളൊക്കെ തീർത്ത് കണി ഒരുക്കി വെച്ച് കിടന്നപ്പോഴേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അമ്മ രാവിലെ തന്നെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചിട്ട് എല്ലാവരും കണി കാണിച്ചു കൊടുത്തു. മക്കൾസൊക്കെ വൈകി ഉറങ്ങിയത് കൊണ്ടേ കണി കണ്ട ശേഷം അവർ വീണ്ടും പോയി കിടന്നുറങ്ങി കേട്ടോ. കണി കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല, അതിന്റെ ഫലം പോകുന്നു പറഞ്ഞ് അമ്മ രാവിലെ എണീറ്റ് ഇരുന്നിട്ട് നാമം ജപിക്കുവാണേ കണി കണ്ടിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വിഷുക്കണി. ഇത്തവണ കണിക്കൊന്നപ്പോൾ അധികമൊന്നും കിട്ടിയില്ല കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് കണി കണ്ട ശേഷം അമ്മ പിന്നെ വെളുപ്പിന് 5:30 ആയപ്പോൾ തന്നെ അമ്പലത്തിലേക്ക് കണി കാണാൻ പോയി കേട്ടോ. ഞങ്ങൾ പിന്നെ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. ചേച്ചിയും ചേട്ടായും മക്കളും ഞങ്ങളും കൂടെ ഒന്നിച്ചാണ് കേട്ടോ പോയത് അമ്പലത്തിൽ. ഞങ്ങൾ പോയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തൊഴാനുള്ള തിരക്കിനേക്കാളും കൂടുതൽ അമ്പലത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കണിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും കുറേ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ചേച്ചിയുടെ മോളും കൂടെ റീൽസ് ചെയ്യാൻ വേണ്ടി പോയി. അമ്പലത്തിന്റെ മുൻഭാഗത്ത് വെച്ച് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് അത് നടന്നില്ല കേട്ടോ. അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ച് നമ്മൾ അമ്പലത്തിന്റെ താഴെ ഒരു ഭാഗത്ത് പോയി റീൽസ് എടുത്തിട്ട് വന്നു. പിന്നെ എന്ത് വിശേഷ ദിവസം വന്നിട്ടുണ്ടെങ്കിലും എല്ലാവർക്കുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ ഫോട്ടോഷൂട്ട്. ഞങ്ങൾ ഒട്ടും കുറവ് വരുത്തിയില്ല. അമ്പലത്തിലൊക്കെ പോയി വന്ന ശേഷം നോക്കുമ്പോഴേ കാരയപ്പം ഒന്നും തീർന്നിട്ടില്ല, ഉണ്ണിക്കണ്ണൻ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാപ്പ് വാരി കൊടുക്കാൻ നോക്കുകയാണ് കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നേ ഇല്ല. പിന്നെന്തിനാ ഇത്ര കഷ്ടപ്പെട്ടാക്കി വെച്ചതാണ് അവന്റെ ചോദ്യം. അത് ന്യായമാണല്ലോ. അടുത്തത് വിഷുവിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റമായ വിഷുസദ്യ. നല്ല കുത്തരി ചോറും പരിപ്പും നെയ്യും പപ്പടവും അവിയലും തോരൻ കൂട്ടുകറി 2 തരം പച്ചടി പുളിശ്ശേരി പപ്പടം പായസം എല്ലാം ചേർന്നൊരു വിഷുസദ്യ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വിഷു വിശേഷങ്ങൾ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.